ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഗ്രോയിങ് സബർബ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ പോപ്പുലേഷൻ ട്രെൻഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ഞാൻ ഓൾവേസ് അതിന് ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് സബർബ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം ആ സബർബിലോട്ട് വരുന്ന ആളുകളാണ് അതിന് നല്ലൊരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റുന്നത്. നമ്മൾ ഓൾവേസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ പീപ്പിൾ ആർ കമ്മിങ് ഇൻ ഓർ പീപ്പിൾ ആർ മൂവിങ് ഔട്ട് ഫ്രം എ പെർട്ടിക്കുലർ ഏരിയ. നമ്മളൊരു റീജിയണൽ ടൗണിലോ ഒരു സിറ്റിയിലോ ആണ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾവേസ് അവിടുത്തെ പോപ്പുലേഷൻ ടോട്ടൽ പോപ്പുലേഷൻ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യും. കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ബെനിഫിറ്റ് ആണ് എപ്പോഴും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിന്. നെക്സ്റ്റ് അവിടുത്തെ ഒരു ലോക്കൽ ഡെമോഗ്രഫിക്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അവിടെ ടോട്ടൽ എത്ര ആളുകളുണ്ട്, ഒരു ഫാമിലിയിൽ എത്ര പേരുണ്ട്, എത്ര സിംഗിൾസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതിനുശേഷം അവിടുത്തെ ഒരു ഇന്റേണൽ മൈഗ്രേഷൻ്റെ സ്റ്റാറ്റസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഒരു സിറ്റിയിലോ ടൗണിലോ സബബ് ലെവലിലാണെങ്കിൽ ആളുകൾ അങ്ങോട്ട് എത്ര ആൾക്കാർ വരുന്നുണ്ട്, എത്ര ആൾക്കാർ ആ സബബിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ എക്സാക്ട് ഫിഗർ എത്രയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഓസ്ട്രേലിയ തന്നെ പല സ്റ്റേറ്റുകളിലോട്ട് ആൾക്കാർ, ഇപ്പോൾ സിഡ്നിയിലുള്ള ആൾക്കാർ മെൽബണിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, മെൽബണിലുള്ള ആൾക്കാർ ഇപ്പോൾ ബ്രിസ്ബെയിനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റേറ്റ് മൈഗ്രേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ചെക്ക് ചെയ്യുമ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് ആൾക്കാർ എങ്ങോട്ടാണ് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്, അത് നമ്മളൊരു സബർബ് ലെവലിൽ നിന്നും ഒരു സിറ്റി ലെവലിൽ നിന്നും ഒരു സ്റ്റേറ്റ് ലെവലിൽ നിന്നും നമ്മളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ഒരു ഡേറ്റ ഫാക്ടേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 100,000 ആൾക്കാർ ഓരോ വർഷവും ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ നടത്തുന്നുണ്ട്. പിന്നെ ഫൈനലി ഓവർസീസ് മൈഗ്രേഷൻ, അത് കൺട്രീസിന് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു അക്കൗണ്ട് എത്രയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആസ് പെർ ദ ഡേറ്റ 2023-24 446,000 ആൾക്കാർ ഓവർസീസ് മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ 24-25 എടുക്കുകയാണെങ്കിൽ 335,000 ആൾക്കാർ ഓവർസീസ് മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഓവർസീസ് മൈഗ്രേഷൻ ഓരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലോട്ടാണ് ആൾക്കാർ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള ഡേറ്റ എല്ലാം നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നല്ലൊരു ഹൈ ഗ്രോത്ത് സബർബ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സീ യു നെക്സ്റ്റ് ഡേ. ബൈ.